എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു, നമുക്ക് തറയിലിരിക്കാൻ പറ്റുന്നില്ല. കസേരയിൽ ഇരിക്കുന്നതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ബെഡിലിരുന്ന് ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ പലരും ഇങ്ങനെ ചോദിക്കുന്നത്, തറയിലിരിക്കാൻ വയ്യ, കട്ടിലിന്റെ പുറത്ത് കയറി ഇരുന്നിട്ടുള്ള യോഗാസനങ്ങൾ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോ നമുക്ക് പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഞാൻ കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പ്രായത്തിന്റെ വ്യത്യാസം കൊണ്ടല്ല തറയിലിരിക്കാൻ പറ്റാത്തത്. ചിലർക്ക് വെയിറ്റ് കൂടുതലുള്ളവർക്ക്, ചിലർക്ക് പല വേദനകളോ അസ്വസ്ഥതകളുള്ളവർക്കൊക്കെ ചിലർക്ക് തറയിലിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ബെഡിലിരുന്നാവുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൂക്ഷ്മ വ്യായാമങ്ങളാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിപ്പോ നമ്മളിപ്പോ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആസനാസ് ചെയ്തെങ്കിലേ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടുമെന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മളിപ്പോ നല്ലതായിട്ട് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന ആസനാസുകളും ചെറിയ ചെറിയ സൂക്ഷ്മ വ്യായാമങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് നിത്യ യൗവനത്തിലേക്ക് പോകാൻ പറ്റും. പറയാറില്ലേ, നിത്യമായിട്ട് യോഗ ചെയ്തു കഴിഞ്ഞാൽ നിത്യ യൗവനമായിരിക്കും, നമ്മുടെ പ്രായത്തെ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് സത്യമായ കാര്യം തന്നെയാണ്. സ്ഥിരമായിട്ട് നമ്മൾ യോഗ അഭ്യസിക്കുവാണെങ്കിൽ അതിൽ വലിയ ആസനാസ് ഒന്നും വേണ്ട. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുക. ഏറ്റവും ഇഷ്ടം ആദ്യം മുതൽ ഞാൻ ചെയ്യാവുന്ന മാക്സിമം ആസനാസുകളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ചെറിയ ചെറിയത് നമുക്ക് ബെഡിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന സൂക്ഷ്മ വ്യായാമങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രായം കുറഞ്ഞിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം അങ്ങനെ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. എല്ലാം സ്കിന്നിന് നല്ലതാണ്. ചുളിവുകൾ മാറാനും നമുക്ക് നമ്മുടെ സൗന്ദര്യം കൂട്ടാനും പറ്റുന്ന യോഗാസനങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. എല്ലാവർക്കും ചെയ്യാം. ഞാൻ നെക്ക് മുതലാണ് തുടങ്ങുന്നത്. കണ്ണിന്റെയൊക്കെ ഞാൻ പലയിടത്തും നേരിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നെക്ക് മുതലാണ്. നെക്ക് ചെയ്യുന്ന പറഞ്ഞാല് അത് ഇയർ ബാലൻസിങ് പ്രശ്നമുള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്പോണ്ടിലൈറ്റിസിന്റെ അസുഖമുള്ളവർക്ക്, ഇവിടെ കഴുത്തിന്റെ ബാക്കിൽ നീര് വരുന്നവർക്ക്, പിന്നെ സ്റ്റുഡൻസിനായാലും ആർക്കായാലും നമുക്ക് ബാഗുകളൊക്കെ തൂക്കിക്കൊണ്ട് പോകുമ്പോൾ പുറം വേദനയൊക്കെ വരും, അവർക്കും ഒക്കെ ചെയ്യാവുന്നതാണ് ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ നെക്ക് കൊണ്ട് നമുക്ക് നമ്മുടെ ഡബിൾ ചിൻ മാറാനും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് നമുക്ക് ഡബിൾ ചിൻ വരും, അതിന് ഏറ്റവും നല്ലതാണ് ഈ നെക്കിന്റെ എക്സസൈസ്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് അത് ചെയ്യണം. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. നട്ടൽ നിവർന്നിരിക്കണം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നട്ടൽ നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. താടി നമ്മുടെ ചിഹ്നം അപ്പ് ആൻഡ് ഡൗൺ ആണ്. ശ്വാസം ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 അപ്പ്. 1 2 3 4 5. സെന്റർ. റൈറ്റ് ഷോൾഡർ. നമ്മൾ ഷോൾഡർ ഉയർത്തരുത്, നമുക്ക് എത്ര പറ്റുന്നോ അത്രയും. സെന്റർ. ലെഫ്റ്റ് ഷോൾഡർ. സെന്റർ. റൈറ്റ്. സെന്റർ. ലെഫ്റ്റ്. സെന്റർ. റൈറ്റ്. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. സെന്റർ. ലെഫ്റ്റ്. 1 2 3 4 5. സെന്റർ. ഇത് എണ്ണം കൂട്ടി നിങ്ങൾക്ക് ചെയ്യാം. ഇനി റൈറ്റ് ഷോൾഡറിന്റെ ബാക്കിലേക്ക്, ഷോൾഡർ കഴുത്ത് മാത്രം. സെന്റർ. ലെഫ്റ്റ് ഷോൾഡർ. സെന്റർ. റൈറ്റ്. സെന്റർ. ലെഫ്റ്റ്. സെന്റർ. റൈറ്റ്. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. സെന്റർ. ലെഫ്റ്റ്. 1 2 3 4 5. സെന്റർ. ഇത്രയും ചെയ്താൽ മതി. നമുക്ക് റൊട്ടേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ റൊട്ടേഷൻ മുന്നേ ചെയ്യുമായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഇയർ ബാലൻസിങ് പ്രശ്നമുണ്ട്. അവർക്ക് നമുക്ക് അറിയത്തില്ല അത് ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പം ഈ റൊട്ടേഷൻ വേണ്ടാത്ത കാര്യമാണ്. അപ്പൊ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഇത്രയും ചെയ്യുന്നത് നമുക്ക് ഇയർ ബാലൻസിങ് മൂലമുള്ള തലകറക്കം മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഷോൾഡറാണ്. നന്നായിട്ട് ബാക്കിലൂടെ കൊണ്ടുവന്ന്
ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യണം. നന്നായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതൊക്കെ നമ്മൾ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണം കൂട്ടി കൂട്ടി നിങ്ങൾ ചെയ്യണം. കൈ നന്നായിട്ട് അടച്ചിട്ട് നമ്മുടെ എക്സസായ കൊഴുപ്പുകളൊക്കെ മാറാനും വളരെ നല്ലതാണ്. ഈ പുറത്തിൻ്റെ ഇവിടെ കെട്ടിക്കിടക്കുന്ന നീരൊക്കെ പോകാനും നല്ലത്. എണ്ണം എത്ര കൂട്ടിച്ച ഒരു 20 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം. ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വിരലിൻ്റെയാണ്. ആദ്യം നമ്മൾ ഫുള്ളായിട്ട് മടക്കണ്ട. നമുക്ക് ആദ്യം വിരലിൽ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇത് ആർത്രൈറ്റിസുകാർക്ക് വളരെ നല്ലതാണ്. നമുക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു സമയം നമുക്ക് ഇങ്ങനെയുള്ള മഞ്ഞ സമയത്തൊക്കെ തണുപ്പ് കൊണ്ട് വേദനകളും അസ്വസ്ഥതകളും ഒക്കെ കൂടുന്ന സമയമാണ്. അപ്പൊ സ്ഥിരമായിട്ട് രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല എക്സസൈസാണ് ഇത്. വിരലുകൾ മടക്കാൻ പറ്റാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. ഇത് നിങ്ങളൊന്ന് ചെയ്യുക. അത് കുറെ പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ലൈൻ അടുത്തത് ഫുള്ള്. നന്നായിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ അവിടെ നടക്കും. എല്ലാ ദിവസവും അതിരാവിലെ നിങ്ങൾ ചെയ്യുക. ഇനി റിസ്റ്റിന്റെ റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെയൊക്കെ രാവിലെ എഴുന്നേറ്റ് പെയിൻ ഉള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഇവിടെയൊക്കെ നല്ല നീര് വരും. ഒരു പാത്രം പോലെ, ഒരു പ്ലേറ്റ് പോലെ നമുക്ക് എടുക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുക. പക്ഷെ പെയിൻ ഉള്ള സമയത്ത് ചെയ്യരുത്. പെയിൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ പെയിൻ വരാതിരിക്കും. ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ വിരലിൽ പിടിച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുക. ഇനി കാൽപാദത്തിന്റെ ചെയ്യാം. കാല് നീട്ടി വയ്ക്കുക. കൈ രണ്ട് ബാക്കിൽ കുത്തുക. നന്നായിട്ട് കാല്. ഇതിന് ഒരു 20, കുറഞ്ഞത് ഒരു 20 പ്രാവശ്യമെങ്കിലും ചെയ്യണം. ക്ലോക്ക് വൈസ്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം. എത്ര വയ്യാതിരിക്കുന്നവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു പ്രായത്തിന്റെയും പ്രശ്നമില്ല. എല്ലാവർക്കും ചെയ്യാവുന്നേ. ഇത് ഞാൻ കാണിക്കുന്ന വെച്ചാൽ ചിലർക്ക് തറയിൽ ഇരിക്കാൻ പറ്റത്തില്ല. ബെഡിൽ ഇരിക്കുമ്പോൾ ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിലും യോഗ ചെയ്യുമല്ലോ. കാല് മാക്സിമം അകറ്റി വെക്കുക. നന്നായിട്ട് അകറ്റി വെച്ചിട്ട് ഇടത് കൈ വലത് കൈ നമുക്ക് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യണം. ആ ഒരു സ്ട്രെച്ചിങ് നമുക്ക് നന്നായിട്ട് കിട്ടും. ഈ ഒരു സൈഡിലത്തെ വണ്ണം കുറയാനും ഒക്കെ നല്ലതാണ്. ചെയ്യാം. ഇത് ഞാനങ്ങ് സ്പീഡ് ചെയ്തവള് നിങ്ങൾ കുറെ കൂടെ ടൈം ചെയ്യണം. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിലേക്ക് നന്നായിട്ട് ബാക്കിലേക്ക് കളയുക. അപ്പൊ നമ്മൾ കുറച്ച് തറയിൽ ടച്ച് ചെയ്യരുത്. അതേപോലെ ഇങ്ങനെ ചെയ്യണം. നന്നായിട്ട് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യണം. ഒരു 3-4 പ്രാവശ്യം ഒരു സൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഇത് PCOD ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. വെരിക്കോസ് വെയിൻ ഉള്ളവർക്കൊക്കെ ചെയ്യുന്നതല്ലാണ് PCODക്കാർക്ക് വളരെ നല്ലത്. പിന്നെ അതുപോലെ മുട്ട് കഴിച്ച കാല് ഇവിടെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുക. മുട്ട് വേദന ഉള്ളപ്പം ചെയ്യരുത്. വേദന ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്താൽ തീർച്ചയായിട്ടും, ഇപ്പൊ വേദനയൊക്കെ ഉള്ളവർക്ക് എപ്പോഴും വേദന കാണത്തില്ലല്ലോ. കുറച്ച് സമയം വേദന ഇല്ലാത്ത സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യുക. കാല് നന്നായിട്ട് അകറ്റി വെക്കുക മാക്സിമം.
ഒരു ശ്വാസം എടുക്കുക, കൈ രണ്ടും മുകളിലേക്ക്, ബാക്കിലേക്ക് പോവുക. ശ്വാസം വിട്ട് മാക്സിമം കൈ നമ്മുടെ കാലിന്റെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കാലിന്റെ തള്ളവരിൽ പിടിക്കുക. മാക്സിമം താഴോട്ട് വരിക. അവിടെ നിന്നുകൊണ്ട് ശ്വാസം എടുത്തു വിടുക. വീണ്ടും ഒരു ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. നിങ്ങൾ കുറച്ച്, എനിക്കിവിടെ ഭിത്തി ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾ ബാക്കിലേക്ക് പോകണം. ആ സ്ട്രെച്ച് ചെയ്ത് വീണ്ടും ഇത് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് നല്ല, ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, ഈ ഭാഗത്തൊക്കെ നല്ലൊരു പെയിൻ ഫീൽ ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ കാൽപാദം മുതൽ നമ്മുടെ ഹിപ്പ് വരെയുള്ള ഭാഗത്തേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതാണ്. നല്ലൊരു സ്ട്രെച്ചിങ് വരും, അവിടുത്തെ വെയിൻസിനൊക്കെ നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. അപ്പം ബ്ലഡ് സർക്കുലേഷൻ നടക്കാനുള്ള ബ്ലോക്കുകളൊക്കെ മാറാനും വളരെ നല്ലതാണ്. വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഇത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അതുപോലെ കാലെടുത്ത് കാലിന്റെ പുറത്ത് വയ്ക്കുക. ഒരു കൈ കൊണ്ട് കാലിന്റെ വിരൽ പിടിക്കുക, മറ്റേ കൈ മുട്ട്. കാണാം നമുക്ക്. നന്നായിട്ട് ഷെയ്ക്കുക. ജോയിന്റ് പെയിൻ ഉള്ളവർക്ക് നല്ലതാണ്, വെരിക്കോസ് പെയിൻ ഉള്ളവർക്ക് നല്ലതാണ്. എല്ലാവർക്കും സ്ഥിരമായിട്ട് ചെയ്യുന്നത് ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് ഇത് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യുക. ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് നോർമൽ ബ്രീത്തിങ്. ശ്വാസം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ശ്വാസം എടുക്കുകയാണെങ്കിൽ ഇൻഹേൽ ചെയ്ത് എക്സേൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. നോർമൽ ബ്രീത്തിങ് ചെയ്ത് ശ്വാസം വിട്ട് താഴ്ത്തുക. ഇനി അടുത്ത കാര്യം ചെയ്യണം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാം. കാലൊന്ന് പതിയെ മടക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. മുട്ട് മടക്കാൻ പറ്റുന്നവർക്ക് വളരെ നല്ലതാണ്. നമുക്ക് ഇൻഫ്ലമേഷനൊക്കെ പോകാൻ നല്ലതാണ്. മുട്ടിന്റെ വേദന മാറാൻ നല്ലതാണ്. നന്നായിട്ട് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യുക. നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെയൊക്കെ ഒന്ന് അനങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സുഖം കിട്ടും. ജോയിന്റിനൊക്കെ നല്ല മൂവ്മെന്റ് കിട്ടും. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി ചെയ്യേണ്ടത്. വലിയ ആസനാസ് ഒന്നുമല്ല ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ചെയ്യേണ്ടത്. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് നോർമൽ ബ്രീത്തിങ്. ശ്വാസം വിട്ട് താഴ്ത്തുക. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആസനാസം. അതുപോലെ കാല് നേരെ വയ്ക്കുക. കൈ രണ്ടും ആംഗിൾ ഇങ്ങനെ. ബാക്കിൽ നമ്മൾ കെട്ടത്തില്ല, ബാക്കിൽ കെട്ടുമ്പോൾ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് ഇവിടെ അതോടെ നോർമൽ ബ്രീത്തിങ് ചെയ്യാം. വീണ്ടും ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിടും. ശ്വാസം എടുക്കുക, ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും പറ്റുന്നില്ല, ചിലർക്ക് വയറൊക്കെ കൂടുതലുണ്ട്, ചിലർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത്രയും വന്നാലും മതി. പക്ഷെ അവിടെ ഒന്ന് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. താഴോട്ട് വരാൻ പറ്റുന്നവർക്ക് താഴോട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് നിങ്ങൾ ശ്രമിക്കുക. അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഈ ടീച്ചർ ഇങ്ങനെയൊക്കെ ഇതും ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാം, അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. എത്ര പറ്റുന്ന ഒരു ചെറിയ മൂവ്മെന്റ് പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യണം. ഇനി നമ്മൾ നേരെ, നമുക്കിത് അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും വളരെ നല്ലതാണ്. ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം നോർമൽ ബ്രീത്തിങ്. ഇൻഹേൽ, എക്സേൽ. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയർന്നാണ് വരുന്നത്. ശ്വാസം വിടുമ്പോൾ വയറ് ഒട്ടിച്ച് വയറ്റിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ താഴോട്ട് ചെയ്യാൻ. എപ്പോഴും നമ്മൾ യോഗയിൽ ഇൻഹേൽ ചെയ്യുമ്പോൾ വയറ് ബോൾ പോലെ ഉയർന്നു വരണം. എക്സേൽ ചെയ്യുമ്പോൾ വയറ് നട്ടലിനോട് പൊട്ടി ഒഴിഞ്ഞ് വേണം. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും, മനസ്സിന് നല്ല ശാന്തത കിട്ടും. അതിനൊക്കെ വളരെ നല്ലതാണ്. ഇത് ബട്ടർഫ്ലൈ.
കാലുകളൊന്ന് ചേർത്ത് വയ്ക്കുക. കാൽപാദം കൊണ്ട് തൊഴുത് പിടിക്കുക. കൈ നന്നായിട്ട് ബട്ടർഫ്ലൈ. ഇതും PCOD കാർക്കൊക്കെ വളരെ നല്ലതാണ്. PCOD, വെരിക്കോസ് എടുത്തു പറയുന്നത് ഒരുപാട് ആൾക്കാർ അത് അനുഭവിക്കുന്നവരുണ്ട്. എന്നെ വിളിക്കാറുണ്ട് PCOD കാരും വെരിക്കോസ് വെയിനും ഒക്കെ. അപ്പൊ അവർക്കും വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. നന്നായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. നോർമൽ ബ്രീത്തിങ്. ശ്വാസം എടുത്തുകൊണ്ട് വരിക, ശ്വാസം വിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന, അയ്യോ എനിക്ക് ഇത്രയൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് ഇത്രയേ പറ്റത്തുള്ളൂ, അത് മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ വലിയ ആസനാസം ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ഞാൻ ഈ കാണിക്കുന്ന ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും, ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും, നിങ്ങളുടെ പ്രായത്തെ കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ചുളിവുകൾ മാറ്റാൻ പറ്റും. സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നവരെ കാണാൻ നമുക്ക് പറ്റത്തില്ല. അവർക്ക് കുറച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന, നല്ല പവറുണ്ട്, നല്ല എന്താ പലരും ഇങ്ങനെ പറയാറില്ലേ, പല ആൾക്കാരെ കാണുമ്പം അവർ പ്രാണായാമം ചെയ്യുന്നതുകൊണ്ടാണ് ഒക്കെ. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മൾ യോഗ പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിന് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ ഏജിനെ കുറയ്ക്കാനും ഒക്കെ യോഗ കൊണ്ട് പറ്റും. അതുപോലെ തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്കും നമുക്ക് ചെല്ലാൻ പറ്റും. അപ്പൊ എല്ലാവരുടെയും വിചാരം യോഗ എന്ന് പറഞ്ഞാൽ വലിയ കുത്തിമറിയിൽ വലിയ ആസനാസകളോ ശീർഷാസനമോ ഒന്നുമല്ല. ഇതെല്ലാം ഉൾപ്പെട്ടതാണ് യോഗ. പക്ഷെ യോഗയിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില ഫ്ലെക്സിബിലിറ്റിക്കുള്ള സൂക്ഷ്മ വ്യായാമങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഈ കാണിച്ചത് ഇത്രയും നിങ്ങൾ ചെയ്യുക. ചെയ്താൽ നിങ്ങൾക്ക് അസുഖങ്ങളില്ലാത്ത രീതിയിലേക്ക് പോകാൻ പറ്റും. നമ്മളിപ്പം ഓടുക, ചാടുന്നതിന്റെ ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷെ ഇതിപ്പം ഞാൻ ചെയ്തത് പ്രത്യേകമായിട്ട് ബെഡിലിരുന്ന് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം. ഡെയിലി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരു കുറേ ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര വ്യത്യാസം വരും. അതുപോലെ തന്നെ ഞാൻ ഫേസ് യോഗയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ ഫേസ് യോഗയും കൂടെ ചെയ്യുമ്പോൾ മുഖം കൂടെ നല്ല ഗ്ലോ കിട്ടും. കുറച്ചും കൂടെ നമ്മൾ സുന്ദരികളായിട്ടിരിക്കും, സുന്ദരന്മാരുമായിട്ടിരിക്കും. ഈ പറയുന്നത് വെറുതെ അല്ല പറയുന്നത്. ഇത്ര ആസനാസ് ഇപ്പം ഞാൻ കാണിച്ചത് നിങ്ങൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്ത് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. എല്ലാ അസുഖങ്ങളിൽ നിന്നും നമുക്ക് തീരെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ യോഗയ്ക്ക് വേണ്ടി കഴിവുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. മറ്റ് പലരും ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് പോകും. ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അനേകം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.